സ്വാഗതം എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കധികം സമയങ്ങളില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഓപ്ഷനൊക്കെ ഞാൻ വായിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സ്കോറിലേക്ക് എത്താൻ പറ്റുന്ന വെച്ചാൽ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മികച്ച സ്കോറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ സമയം ഇപ്പോഴേ കീപ്പ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടും. ടൈമിൻ്റെ ഒരു പ്രശ്നം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ ഏത്? തന്നിരിക്കുന്നതിൽ ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ ഏതെന്നാണ് ചോദിച്ചത്. നോക്കിയേ, മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്. അപ്പൊ ഈ പറഞ്ഞതില് ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാ പറയാൻ പറ്റുമോ? മലയാളമാണോ, തമിഴാണോ, അല്ലെങ്കിൽ ഹിന്ദി ആണോ, തെലുങ്കാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്, സംശയം വേണ്ട, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആയിട്ടുള്ള ഹിന്ദിയാണ് അല്ലെ. ഹിന്ദിയാണ് ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫലപ്രദമാകുന്നതിന് സ്വീകരിക്കേണ്ടത് എന്താണ് എന്നാണ് ചോദിച്ചത്. ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം അല്ലെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അത് ഫലപ്രദമാകുന്നതിന് സ്വീകരിക്കേണ്ടത് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ നമുക്ക് ഓരോന്ന് എഴുതി നോക്കാം, അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബഹു ഇന്ദ്രിയാധിഷ്ഠിത സമീപനം അല്ലെങ്കിൽ മൾട്ടി സെൻസറി അപ്രോച്ച്, ഒരേ രീതിയിലുള്ള വിലയിരുത്തൽ, പിന്നെയോ പഠന നേട്ടം മാത്രം പരിഗണിച്ചുള്ള പഠന പ്രവർത്തനാസൂത്രണം അല്ലെ. പിന്നെന്താണ്, ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിഹാര പ്രവർത്തനങ്ങളും പോഷണ പ്രവർത്തനങ്ങളും. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫലപ്രദമാകുന്നതിന് സ്വീകരിക്കേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താ വരിക? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ആ ഒരു കൺസെപ്റ്റിന് നമുക്കറിയാം, എല്ലാവരെയും ഒരുമിച്ചിരുത്തുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള നമ്മളൊരു വിദ്യാഭ്യാസ രീതിയാണ് ഇൻക്ലൂസീവ്. അപ്പൊ ഇവിടെ വരുന്നത് ഇതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഓപ്ഷൻ എ ആണ്, ബഹു ഇന്ദ്രിയാധിഷ്ഠിത സമീപനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം ഫലപ്രദമാകുന്നതിന് സ്വീകരിക്കേണ്ട എന്താണ്? ബഹു ഇന്ദ്രിയാധിഷ്ഠിത സമീപനം അല്ലെങ്കിൽ മൾട്ടി സെൻസറി അപ്രോച്ച് എന്നുള്ളതാണ്. എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ പലതരത്തിൽ ഇൻക്ലൂസീവ് കൺസെപ്റ്റ് വെച്ചാൽ തന്നെ എല്ലാ തരത്തിലും എന്താണ്, പൊതുവിഭാഗം കുട്ടികളുണ്ടാവും, മറ്റെന്തെങ്കിലും വിഷ്വൽ ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും അല്ലെ, ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള എല്ലാ ടൈപ്പ് വിദ്യാർത്ഥികളും ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ട രീതിയിൽ അവർക്ക് എല്ലാവർക്കും പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ മൾട്ടി സെൻസറി അപ്രോച്ച് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്: കാട്ടിലെ യാവൽ കുലം ഇളകിപ്പാറും മറ്റു മാറ്റൊലി കൊണ്ടു വിളി. ആവൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇത് തന്ന വരികളിൽ ആവൽ എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചതാ. ഇവിടെ യാവൽ എന്നുള്ളതിന് അണ്ടർലൈൻ ഇട്ടിട്ടുണ്ട്. യാവൽ മീൻസ് ആവലാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാക്ക് ആവലാണ്. കാട്ടിലെ ആവൽ കുലം ഇളകിപ്പാറു മറ്റു മാറ്റൊലിക്കൊണ്ടു വിളി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ആവൽ എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുന്ന ചോദിച്ചു. നോക്കിയേ, മൃഗം, വൃക്ഷം, വവ്വാല് എന്ന് വെച്ചാൽ വാവല്, കടവാതിൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ സാധനമാണ്. പിന്നെ അരയാലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്താണ് ആവൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ആവൽ എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത് വവ്വാലാണ് കേട്ടോ. കാട്ടിലെ വവ്വാലാണ്. വവ്വാൽ അല്ലെങ്കിൽ വാവൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഇവിടെയുള്ളത് സ്പഷ്ടം മാനുഷ ഗർവമൊക്കെ ഇവിടെ സ്പഷ്ടം മാനുഷ ഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നതിനിഷ്ടന്മാർ പിരിയുന്നുഹ ഇവിടമാണാധ്യാത്മ വിദ്യാലയം. ഈ വരികൾ എഴുതിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ, അതുപോലെ ബോധേശ്വരൻ. ഇവരിൽ ആരുടെ വരികളാണ് ഈ തന്നിരിക്കുന്നത്? വരികളൊന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. സ്പീഡിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. സ്പഷ്ടം മാനുഷ ഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നതിനിഷ്ടന്മാർ പിരിയുന്നുഹ ഇവിടമാണാധ്യാത്മ വിദ്യാലയം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ ഒരു വരികൾ എഴുതിയത് ആരുടെ വരികളാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആരുടേതാണ് ഒരു സംശയം വേണ്ട, ഇത് കുമാരനാശാന്റെ വരികളാണ്. ഓക്കെ, കുമാരനാശാന്റെ വരികളാണ് ഈ തന്നിരിക്കുന്നത്. കുമാരനാശാന്റെ ആണ് ഇത്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, തന്നെ വരണം നിർബന്ധമൊന്നുമില്ല വരികളൊന്നും. ഓക്കെ, അടുത്തത് വിപരീത പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിപരീത പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി. അപ്പൊ ഇവിടെ 4 ജോഡികൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരു ജോഡി മാത്രം വിപരീത പദങ്ങളാണുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ നോക്കിയേ, സരളം ലളിതം. ഓപ്ഷൻ ബി സുകരം ദുഷ്കരം. ഓപ്ഷൻ സി ഒരുമ പെരുമ. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ലഘുത്വം ഗൗരവം. അപ്പൊ ഇതിൽ ഏതോ ഒരു ജോഡി മാത്രമാണ് വിപരീത പദങ്ങളുള്ളത്, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള പെയർ ചെയ്തിട്ടുള്ളത്. അത് ഏതെന്നാണ് കണ്ടെത്തേണ്ടത് അല്ലെ. ഏതാ വരിക? സരളം എന്നുള്ളതിന്റെ വിപരീതം ലളിതമല്ല, നിങ്ങൾക്ക് അറിയാം അല്ലെ. സരളം ലളിതമൊക്കെ ഏറെക്കുറെ ഒരേ മീനിങ്ങിൽ വരുന്ന വാക്കാണ്. സരളം വിരളം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സുകരം അതിന്റെ ഓപ്പോസിറ്റ് ആണ്
ദുഷ്കരം. ഓക്കെ, ദുഷ്കരം. സുകരം ദുഷ്കരം എന്നതിലാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഉത്തമ ഗുണങ്ങൾ നിറഞ്ഞ കഥാപാത്രങ്ങൾക്ക് കഥകളിയിൽ നൽകുന്ന വേഷം ഏതാണ്? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം രാജസ താമസ ഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ അല്ലെ. അപ്പൊ ഇവിടെ ഉത്തമ ഗുണങ്ങൾ നിറഞ്ഞ കഥാപാത്രങ്ങൾക്ക് കഥകളിയിൽ നൽകുന്ന വേഷം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കരി, കത്തി, പച്ച, താടി. ഏതാ വരുക? കരിയാണോ, കത്തിയാണോ, പച്ചയാണോ, താടിയാണോ? ഉത്തമ ഗുണങ്ങൾ നിറഞ്ഞ കഥാപാത്രമായിട്ട് കാണിക്കുമ്പോൾ കഥകളിയിൽ നമ്മൾ കൊടുക്കുന്നത് പച്ച വേഷമാണ്. മനസ്സിലായില്ലേ? പച്ച വേഷമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പച്ച വേഷമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാ, നനഞ്ഞിടം കുഴിക്കുക. ഇതിന് സമാനമായ അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? നമുക്ക് 4 ചൊല്ലുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ഏതോ ഒരെണ്ണത്തിന് അർത്ഥം ഏകദേശം നനഞ്ഞിടം കുഴിക്കുക എന്നാണ് വരിക. അപ്പൊ അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. പദമുള്ളിടം പാതാളം കുഴിക്കുക, പാപി ചെല്ലുന്നിടം പാതാളം, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതുപോലെ തന്നെ മടിയൻ മല ചുമക്കും. ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഏതാണ് നനഞ്ഞിടം കുഴിക്കുക എന്നുള്ളത്? ഒന്ന് ആലോചിക്കുക. മടിയൻ മല ചുമക്കും, അതും നനഞ്ഞിടം കുഴിക്കലായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലെ. മടിയൻ മല ചുമക്കും എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഓക്കെ, കയ്യൂക്കുള്ളവൻ പവർ ഉള്ളവരാണെങ്കിൽ അവർ തന്നെയാണ് അവരുടെ മെയിൻ എന്നുള്ള അർത്ഥത്തിൽ. അത് നമുക്ക് പറയാൻ കഴിയില്ല. പാപി ചെല്ലുന്നിടം പാതാളം എന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇത് നോക്കിയാൽ പദമുള്ളിടം പാതാളം കുഴിക്കുക എന്നുള്ളതാണ് അല്ലെ. പദമുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാതാളം വരെയും കുഴിക്കാം. അത്രയും അവരെ നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നനഞ്ഞിടം കുഴിക്കുക എന്നുള്ള മീനിങ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടും ഏറെക്കുറെ സെയിം മീനിങ് ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. അതിശക്തമായ തലവേദന. അടിവരയിട്ടിരിക്കുന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചത്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇവിടെയാണ് അടിവരയുള്ളത്, അണ്ടർലൈൻ ഉള്ളത്. അതിശക്തമായ തലവേദന എന്നുള്ളത് ഈ ഒരു വാക്ക്. അപ്പോ ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാവും. നാമവിശേഷണം, ക്രിയാവിശേഷണം, ഭേദക വിശേഷണം, തദ്ധിതം എന്നൊക്കെ തന്നിട്ടുണ്ട്. ഒരു വിശേഷണം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. അതിശക്തമായ തലവേദന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, ഇവിടുത്തെ മെയിൻ ആയിട്ട് വരുന്നത് തലവേദനയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് അല്ലെ. എങ്ങനെയാണ്? തലവേദനയെ വിശേഷിപ്പിച്ചാണ് അതിശക്തമായ തലവേദന. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ശക്തമായ തലവേദന എന്ന് മാത്രം മതി. അതന്നെ തലവേദനയുടെ വിശേഷണമാണല്ലോ അല്ലെ. ശക്തമായ തലവേദനയുണ്ട്. അതിനെ വീണ്ടും ഒന്നും കൂടെ വിശേഷിപ്പിക്കുകയാണ് അതിശക്തം. അതിശക്തം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഭീകരമായി മാറി അല്ലെ. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. തലവേദനയെ വിശേഷിപ്പിച്ചാണ് ശക്തമായത്. അതിനെ ഒന്നും കൂടി വിശേഷിപ്പിച്ചാണ് അതിശക്തമായത് എന്ന് വെച്ച് ഇവിടെ വരുന്നത് വിശേഷണം അല്ലെങ്കിൽ ഭേദക വിശേഷണം എന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. ഓക്കെ, ഇനി നേരെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ 102 നമ്പർ കാണുന്നത്. ഹരി കഥാകാലക്ഷേപത്തെ ഏത് കലാരൂപത്തിന്റെ പൂർവ്വരൂപമായി കരുതാം? ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? ഹരി കഥാകാലക്ഷേപത്തെ ഏത് കലാരൂപത്തിന്റെ പൂർവ്വരൂപമായി കരുതാം എന്നാണ് ചോദിച്ചത്. കഥാപ്രസംഗം, നാടകം, സിനിമ, ഓട്ടംതുള്ളൽ. കഥാപ്രസംഗം, നാടകം, സിനിമ, ഓട്ടംതുള്ളൽ. ഇവരിൽ ഏത് കലാരൂപത്തിന്റെ പൂർവ്വരൂപമായിട്ട് കരുതാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ആൻസർ വരുന്നതാണ് കഥാപ്രസംഗത്തിന്റെ പൂർവ്വരൂപമാണ്. ഓക്കെ, കഥാപ്രസംഗത്തിന്റെ പൂർവ്വരൂപമാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഗ്രാമശ്രീകൾ ആരുടെ കൃതിയാണ്? ഗ്രാമശ്രീകൾ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് എന്നാണ് ചോദിച്ചത്. നോക്കാം. ബാലാമണി അമ്മ, കടത്തനാട്ട് മാധവി അമ്മ, സുഗതകുമാരി, ഡോക്ടർ എം ലീലാവതി. അപ്പൊ ആരുടേതാണ് കൃതി? ബാലാമണി അമ്മ, കടത്തനാട്ട് മാധവി അമ്മ, സുഗതകുമാരി, ഡോക്ടർ എം ലീലാവതി. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കണം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കടത്തനാട്ട് മാധവി അമ്മ എന്നുള്ളതാണ് കേട്ടോ. കടത്തനാട്ട് മാധവി അമ്മ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. കടത്തനാട്ട് മാധവി അമ്മ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ ഉൾപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ ഉൾപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. പഠന പ്രക്രിയ വിലയിരുത്തൽ, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, പ്രശ്ന പരിഹരണ ശേഷി വിലയിരുത്തൽ, അതുപോലെ തന്നെ യൂണിറ്റ് തല വിലയിരുത്തൽ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഏതാണ് പറ്റുക? സംശയം വേണ്ട. ഇവിടെ വരുന്നത് പ്രശ്ന പരിഹരണ ശേഷി വിലയിരുത്തലാണ്. ഓക്കെ, അതാണ് സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തൽ. പ്രശ്ന പരിഹരണ ശേഷി വിലയിരുത്തലാണ്. നെക്സ്റ്റ്, അധ്യാപകരുടെ തൊഴിൽപരമായ ധാർമ്മിക നിയമ സംഹിതയുടെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അതായത് കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചേഴ്സ്. എല്ലാത്തിനും ഒരു എത്തിക്സ് ഉണ്ടല്ലോ. അപ്പോൾ സ്കൂൾ ടീച്ചേഴ്സിനും ഉണ്ട് കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടാത്തത്, അതിന്റെ ഭാഗമല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എത്തിക്സ് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ പഠിച്ചിരിക്കുകയും വേണ്ട. പക്ഷേ ഇവിടെ 4 ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും ഒന്ന് ഏതാണെന്നുള്ളത്. ഇതാ നോക്കിയേ. എല്ലാ വിദ്യാർത്ഥികളോടും സമഭാവനയോടെ പെരുമാറുക, ഒരുപോലെ പെരുമാറുക. ബൗദ്ധിക മണ്ഡലത്തിന് മാത്രം പ്രാധാന്യം നൽകുക, എന്നുവെച്ചാൽ കുട്ടികളുടെ ബുദ്ധി മാത്രം പരിഗണിക്കുക. നിരന്തര വിലയിരുത്തൽ നടത്തുക. പിന്നെ സഹപ്രവർത്തകരുടെ അധ്യാപന നിലപാടുകളെ മാനിക്കുക. അപ്പൊ ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഏതാ ഒരു പ്രൊഫഷണൽ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ എത്തിക്സിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ അതിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്താണ് വരുക. എന്തായാലും ഒരു ടീച്ചർ എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ പരിഗണിച്ച് കൊണ്ടുപോകാൻ പറ്റണം അല്ലെ. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അത് എത്തിക്സിന്റെ ഇതിലാണ്. അത്രയേ ഉള്ളൂ.
പിന്നെ ഒരു നിരന്തര വിലയിരുത്തൽ, നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. സഹപ്രവർത്തകരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആശയങ്ങൾക്കും നിലപാടുമൊക്കെ നമ്മൾ മാനിക്കുന്നുണ്ട്, അല്ലെ, വാല്യൂ ചെയ്യുന്നുണ്ട്. അതൊക്കെ correct ആണ്. എന്നാൽ ഭൗതിക മണ്ഡലത്തിൽ മാത്രമേ പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. എന്ന് വെച്ചാൽ പഠിക്കുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ മൈൻഡ് ആക്കൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അത് ശരിയല്ല, അത് ethics ൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. എന്താ ആശയദാന മാതൃക അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെന്റ്, ഇത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ, ഭാഷാ ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിച്ചത്. ആശയദാന മാതൃക അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ചാണ്. അപ്പൊ ആരാണ്? വൈഗോസ്കി, ബ്രൂണർ, ചോംസ്കി, പിയാഷെ. വൈഗോസ്കി, ബ്രൂണർ, പിന്നെ ആരാണ്? ചോംസ്കി, നോം ചോംസ്കി ഉണ്ടല്ലോ, ചോംസ്കി, അതുപോലെ തന്നെ പിയാഷെ, അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, അല്ലെ, ജെറോം എസ് ബ്രൂണർ ആണ്. ആശയദാന മാതൃക അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത് ജെറോം എസ് ബ്രൂണറുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നേരെ ഇപ്പുറത്തുള്ള നോക്കിക്കോ, ഈ നമ്പർ നോക്കിക്കോ. ആത്മജ്ഞാനം നേടുക എന്നത് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ ഒന്നായി കരുതുന്നത് ഏത് ദർശനമാണ്? ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക. ആത്മജ്ഞാനം നേടുക എന്നത് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ ഒന്നായി കരുതുന്നത് ഏത് ദർശനമാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഏത് ദർശനമാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആൻസർ എന്താ പറയാൻ പറ്റുക? കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെ പ്രയോഗവാദം, പ്രകൃതിവാദം, യാഥാർത്ഥ്യവാദം, ആദർശവാദം എന്നൊക്കെ തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആദർശവാദമാണ്. മനസ്സിലായില്ലേ? അവരാണ് ഈ ആത്മജ്ഞാനം നേടുക എന്നൊക്കെ പറയുന്ന ഒരു വിദ്യാഭ്യാസ ദർശനമായിട്ട് കരുതുന്നത്, ആദർശവാദം. അടുത്തതിലേക്ക് വരാം. ഇവിടെ ഇതാ ശരബിന്ദു മലർ ദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ഈ വരികളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ വരികൾ രചിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആരുടെ വരികളാണ്? ONV കുറുപ്പ്, പി ഭാസ്കരൻ, വയലാർ രാമവർമ്മ, ശ്രീകുമാരൻ തമ്പി. ശരബിന്ദു മലർ ദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി, അല്ലെ. ഇത് വരുന്നത് ONV കുറുപ്പിന്റെ വരികളാണ്. ONV കുറുപ്പിന്റെ വരികളാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇതാ ഈ സൈഡ് നോക്കാം. ലിഖിത ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴെ പറഞ്ഞവയിൽ എന്താണ്? ലിഖിത ഭാഷ, ഓക്കെ, റിട്ടൺ ലാംഗ്വേജ് ആണ് ലിഖിത ഭാഷ. വാമൊഴി, വരമൊഴി, കത്തിന്റെ ശൈലി, മാതൃഭാഷ. അപ്പൊ ഇതിൽ ലിഖിത ഭാഷ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്താണ് വരിക? സംശയമൊന്നും വേണ്ട, ഇവിടെ വരുന്നത് വരമൊഴിയാണ്. ഓക്കെ, വരമൊഴിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വരമൊഴിയാണ് നമ്മൾ ലിഖിത ഭാഷ എന്നുള്ള ഒരു ആശയമായിട്ട് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരമൊഴിയാണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ ജീവിതത്തിന്റെ നശ്വരത വെളിവാക്കുന്ന വരികൾ കണ്ടെത്തുക. ഓക്കെ, ജീവിതത്തിന്റെ നശ്വരത നോക്കാം. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. നെക്സ്റ്റ്, തന്നെത്താൻ അഭിമാനിച്ചു പിന്നെയും തന്നെത്താൻ അറിയാതെ കഴിയുന്നു. തേർഡ്, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ഓപ്ഷൻ ഡി, കർമ്മരോഗങ്ങൾക്കു വിളനിലമാക്കിയ ജന്മദേശം ഈ ഭൂമി അറിഞ്ഞാലും. ഇതില് ജീവിതത്തിന്റെ നശ്വരത വെളിവാക്കുന്ന വരികളാണ് ചോദിച്ചത്. നശ്വരത വെച്ച് ഒരു നാശമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എത്ര ഉയരത്തിലേക്ക് എത്തിയാലും അവിടെയൊക്കെ ഒരു ഇറക്കമുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ. ഓക്കെ, അതിന്റെ ഭാഗം തന്നെയാണ് മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ. അപ്പൊ എന്താണ്, ഏത് ടോപ്പിലെത്തിയാലും ഏത് രാജാവാണെങ്കിൽ പോലും എന്താണ് ശരിക്കും പോയിട്ടില്ലെങ്കിൽ ഒരു തകർച്ച ഉറപ്പായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ അതിൽ ജീവിതത്തിന്റെ നശ്വരത വെളിവാക്കുന്ന വരികൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാ പറയാൻ പറ്റുക? കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്നാണ്. ഓക്കെ, അതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ഈ മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, അല്ലെ, എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിന്റെ നശ്വരത വെളിവാക്കുന്ന വരികളാണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ തൊട്ട് ഇവിടെയുള്ള നോക്കാം. കണ്ണാടി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? കണ്ണാടി എന്ന് അർത്ഥം വരാത്ത പദം മുകുരം, ദർപ്പണം, ആദർശം, ചികുരം. അപ്പൊ ഇതിൽ കണ്ണാടി എന്ന അർത്ഥം വരാത്ത പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഓപ്ഷൻ എ മുകുരം, ദർപ്പണം. ദർപ്പണം നിങ്ങൾക്ക് എന്തായാലും അറിയാം, കണ്ണാടി എന്ന അർത്ഥം തന്നെയാണ് ദർപ്പണം, അല്ലെ. നെക്സ്റ്റ് ആദർശം, ഇതിന്റെ ഒക്കെ മീനിങ് കണ്ണാടി എന്നാണ്. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ കണ്ണാടി എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ്. എന്നാൽ ഇവിടെ കൊടുത്ത ഓപ്ഷൻ ഡി ആയിട്ടുള്ള ചികുരം, ചികുരം എന്തല്ല കണ്ണാടി എന്ന അർത്ഥം വരുന്നില്ല. അത് ഇങ്ങനെ ഈ എന്താണ് പിന്നെ പാമ്പ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് ചികുരം. അല്ലെങ്കിൽ നമ്മൾ ഈ മലമുകളിലൊക്കെ കുന്ന് ആ രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ചികുരം. അത് ക്ലിയർ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ നേരെ താഴെ. കഠിനമായി അധ്വാനിച്ചിട്ടും 2ാം റാങ്ക് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് വിജയത്തിന്റെ മാറ്റ് കുറച്ചതായി അയാൾക്ക് തോന്നി. ഈ വാക്യത്തിലെ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു വാക്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കഠിനമായി അധ്വാനിച്ചിട്ടും 2ാം റാങ്ക് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ് അതിനോട് യോജിക്കുന്ന വാക്യം ഇവിടെ തന്നിരിക്കുന്നുണ്ട്. 4എണ്ണത്തിൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഒന്നാമത്തത്, തന്റെ വിജയത്തിൽ അയാൾ സംതൃപ്തനാണ്. നെക്സ്റ്റ്, അയാൾക്ക് 1ാം റാങ്ക് കിട്ടിയില്ല. അടുത്തത്, അയാൾ പരീക്ഷയിൽ വിജയിച്ചില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി, അയാൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തില്ല.
ഇതിലേതാ നമുക്ക് ഈ പറഞ്ഞ വാക്യവുമായിട്ട് നമുക്ക് അതിന്റെ ആശയത്തോട് യോജിക്കുന്ന രീതിയിൽ പറയാൻ പറ്റുമോ? അയാൾ കഠിനമായിട്ട് പ്രയത്നിച്ചത് 1ാം റാങ്കിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അയാൾക്ക് കിട്ടിയത് 2ാം റാങ്ക് മാത്രമാണ് അല്ലെ? അപ്പൊ ആ 2ാം റാങ്ക് കിട്ടിയത് എന്താണ്? അദ്ദേഹത്തിന് വിജയത്തിന്റെ മാറ്റ് കുറച്ചതായിട്ട് അയാൾക്ക് തോന്നി. അങ്ങനെ തോന്നിയ ഒരാളോട് പിന്നെ നമുക്ക് തന്റെ വിജയത്തിൽ അയാൾ സംതൃപ്തനാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ ഇത് പൊട്ടത്തെറ്റാണ്. സംതൃപ്തനൊന്നല്ല അയാൾ. നെക്സ്റ്റ്, അയാൾ പരീക്ഷയിൽ വിജയിച്ചില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? അയാൾക്ക് 2ാം റാങ്ക് ഉണ്ട്. അപ്പൊ പിന്നെ വിജയിച്ചില്ലല്ലോ, നല്ല വിജയമാണ്. നെക്സ്റ്റ്, അയാൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തില്ല. കഠിനമായി അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ തയ്യാറെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം തെറ്റാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് പറയാൻ പറ്റും. ഇനി അതിലേക്കൊന്നും പോകണ്ട. എന്താണ്, അധ്വാനിച്ചിട്ട് 2ാം റാങ്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ അയാൾക്ക് 1ാം റാങ്കാണ് വേണ്ടത്. അത് കിട്ടിയിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തതാ. അനിതര സാധാരണമായ രചനാ പാടവമായിരുന്നു മഹാകവികളുടേത്. അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയുണ്ടാവും? അതായത് രചനാ പാടവത്തിനാണ് അടിവരയിട്ടത്. രചനാ പാടവം എന്നുള്ളത് വിഗ്രഹിച്ചാൽ എങ്ങനെ വരും? ഓപ്ഷൻ നോക്കിയേ. രചനയുടെ പാടവം, രചനയ്ക്കുള്ള പാടവം, രചനയും പാടവവും, അതുപോലെ തന്നെ രചനയാകുന്ന പാഠം. അപ്പൊ ഇതിലേതാ നമുക്ക് രചനാ പാടവം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഏതാ പറയാൻ പറ്റുക? രചനയുടെ പാടവം എന്നാണോ, രചനയ്ക്കുള്ള പാഠം എന്നാണോ, രചനയും പാടവവും എന്നാണോ, അല്ല രചനയാകുന്ന പാഠവുമാണോ? അനിതര സാധാരണമായ രചനാ പാടവമായിരുന്നു കവികളുടേത് എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലേ? അപ്പൊ രചനാ പാടവത്തെ വിഗ്രഹിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? രചനയ്ക്കുള്ള പാഠം എന്നാണ്, എഴുതാനുള്ള കഴിവ്. മനസ്സിലായില്ലേ? രചനയ്ക്കുള്ള പാഠവം എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഏകദേശം കുറച്ചധികം ചോദ്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ പ്രധാനത്തോടുകൂടി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? വരും സമയങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.